യേശുവെ പോലെ ആകുവാൻ. ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ചില മനുഷ്യർ ഇങ്ങനെയാണ്. ഉദ്ദേശിച്ച കാര്യം ചെയ്തിട്ടേ പിന്മാറുകയുള്ളൂ എന്ന വാശി അവർക്കുണ്ട്. പലപ്പോഴും പലരും സ്വന്തം താല്പര്യങ്ങൾക്കായാണ് ഈ വാശി കാണിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും കരുണ കാട്ടാനും ഈ വാശി നാം കാണിക്കാറുണ്ടോ? ചിലരുടെ വാക്ക്, നോട്ടം, മോശം കമൻറ്റ് ഇതൊക്കെ നമ്മെ പിന്നോട്ട് വലിക്കാറില്ലേ? എന്നാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ നാം അഗാധമായി സ്നേഹിക്കുന്നെങ്കിൽ മേൽ പറഞ്ഞ ഒന്നും ഒരിക്കലും നമ്മുടെ വാശി നടത്തി കിട്ടേണ്ടതിന് തടസ്സമാകുകയില്ല. പത്രോസും യോഹന്നാനും യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് കടന്നു. യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല, അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ മടങ്ങിപ്പോകാത്ത മറ്റൊരു വ്യക്തിയെ നമുക്കവിടെ കാണാം, മറിയ. അധ്യായം തുടങ്ങുമ്പോൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ ആ കല്ലറവാതുക്കൽ എത്തിയതാണ്. കല്ലറവാതുക്കൽ കല്ല് ഉരുട്ടി മാട്ടിയത് കണ്ട് പത്രോസിനെയും യോഹന്നാനെയും അവൾ ഓടിച്ചെന്ന് വിവരമറിയിച്ചു. പത്രോസും യോഹന്നാനും വന്ന് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച് അവിടെ യേശുവിൻ്റെ ശരീരം കാണാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. എന്നാൽ മറിയ വീട്ടിലേക്ക് മടങ്ങിപ്പോകാതെ അവിടെ തന്നെ നിന്നു. മറിയയ്ക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവളായിരുന്നു എന്ന് ലൂക്കോസ് സുവിശേഷം പറയുന്നു. അവൾക്ക് യേശുവിലൂടെ ഒരു സൗഖ്യം കിട്ടുകയും അവൾ പിന്നീട് യേശുവിൻ്റെ കൂടെ സന്തത സഹചാരിയായി ശുശ്രൂഷക്കാരിയായി കൂടെ കൂടുകയും ചെയ്തു. മറിയയുടെ ജീവിതം യേശുവിനെ കണ്ടതിന് ശേഷം മാറി. സാധാരണ ഒരു പനിയോ കൂനോ തളർവാദമോ അല്ലായിരുന്നു മറിയയുടെ രോഗം. എന്നാൽ യേശു അവളെ സൗഖ്യമാക്കിയപ്പോൾ അവൾ പൂർണ്ണമായി ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അവൾ അവനെ അനുഗമിച്ചു. ശുശ്രൂഷയിലുടനീളം, ക്രൂശിൻ്റെ ചുവട്ടിൽ, കല്ലറയ്ക്ക് അടുത്ത്, ഇപ്പോൾ ഇതാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആ മൃതശരീരം കാണുവാൻ വേണ്ടി അവിടെ ആ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനായിട്ട് അവൾ കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് മറിയ യേശുവിൻ്റെ ശുശ്രൂഷയിലും മരണത്തിലും മരണാനന്തര ചടങ്ങിലും ഇത്രയേറെ സജീവമായി നിലകൊണ്ടു? കാരണം മറ്റൊന്നുമല്ല, യേശുവിനോടുള്ള അഗാധമായ സ്നേഹം. അധികം ഇളച്ചു കിട്ടിയവൾ അധികം സ്നേഹിക്കും. നിക്കോദിമോസ് നൽകിയ 100 റാത്തൽ സുഗന്ധദ്രവ്യം മാത്രം പോരാ, തൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനും കർത്താവിന് നൽകാൻ അവൻ്റെ മരണത്തിന് ശേഷം പോലും കർത്താവിന് കൊടുക്കുവാൻ അവൾ തയ്യാറായി എന്നതാണ് മറിയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ആദ്യമായി ഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. മറിയയുടെ ആദ്യത്തെ പ്രത്യേകത ഇവിടെ കാണാം. തൻ്റെ പ്രിയ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും വീട്ടിലേക്ക് മടങ്ങിയപ്പോഴും അവൾ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. അവളുടെ തീക്ഷ്ണമായ അല്ലെങ്കിൽ തീവ്രമായ പാഷനേറ്റായ ഒരു ഹൃദയമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായി, അവൾ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നതാണ്. ഒറ്റയ്ക്ക് അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. പത്രോസും യോഹന്നാനും കാണാത്ത ഒന്നവൾ കണ്ടു, 2 ദൂതന്മാരെ. അവളുടെ കരച്ചിൽ ദൂതന്മാർ കേട്ടു. നീ കരയുന്നത് എന്ത് എന്ന് അവളോട് ചോദിച്ചു. മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല. നോക്കൂ, എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെ ആഴമാണ് അത് സൂചിപ്പിക്കുന്നത്. യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി എന്നാണ് അവൾ ധരിച്ചു വെച്ചത്. ക്രൂശീകരണ ദിവസം യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്ത കല്ലറ അവൾ വ്യക്തമായി കണ്ടതാണ്. അവൾക്ക് വന്ന സ്ഥലം തെറ്റിയില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു. ശരീരം വേറെ എവിടെ വെച്ചു എന്ന് അവൾ അറിയുന്നതുമില്ല. തൻ്റെ കയ്യിൽ കരുതിയ സുഗന്ധവൃക്ഷം പുരട്ടാൻ ആശയോടെ അവൾ വന്നതാണ്. പക്ഷെ നടന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ തേങ്ങൽ അല്ലെങ്കിൽ കണ്ണുനീർ സ്വർഗം കണ്ടു. അവളുടെ മുമ്പിൽ യേശു പ്രത്യക്ഷനായി. യേശുവിൻ്റെ അമ്മ മറിയ യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദ്യമായി യേശുവിനെ കണ്ടു. ഇവിടെ മരിച്ചുയർത്ത യേശുവിനെ ആദ്യമായി കാണാൻ കഴിയുന്നത് മഗ്ദല മറിയയ്ക്കാണ്. യേശുവാണ് എന്നവൾക്ക് മനസ്സിലായില്ല. സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് യേശു ചോദിച്ചു. ആദ്യം ദൂതൻ ചോദിച്ചു, അവൾ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ യേശു അതേ ചോദ്യം തന്നെ അവളോട് ചോദിക്കുന്നു. എന്നാൽ ഈ ചോദിച്ച ആൾ തോട്ടക്കാരൻ എന്ന് വിചാരിച്ച് മറിയ പറഞ്ഞു, നീ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. നോക്കൂ, റിസ്ക് എടുക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇത് കാണിക്കുന്നത്. 33.5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം, 100 റാത്തൽ സുഗന്ധദ്രവ്യം പൊതിഞ്ഞു കെട്ടിയ ശരീരം ഇവൾക്ക് ഒറ്റയ്ക്കെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല.
എന്നിട്ടും അവൾ പറയുന്നു, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം ഒറ്റയ്ക്ക്. ജീവനുള്ള ഒരാളെ അല്ലെങ്കിൽ രോഗിയായ ഒരാളെ കൊണ്ടുപോയാൽ നമുക്ക് വീട്ടിൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുന്നത് വരെ ശുശ്രൂഷിക്കാൻ കഴിയും. എന്നാൽ ഒരു ശവശരീരം ഈ സ്ത്രീക്ക് എന്തിനാണ്? അവൾക്കൊരു ഉത്തരമേ ഉള്ളൂ. ആ ശവശരീരത്തിൽ അവൾ കരുതിക്കൊണ്ട് വന്ന സുഗന്ധദ്രവ്യം പൂശണം. അതിനായി എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ അവൾ തയ്യാറാണ്. മൂന്നാമതായി, ഒരു ആരാധനയുടെ ഹൃദയം അവൾക്കുണ്ടായി. ഈ മറുപടി കേട്ടിട്ട് യേശുവിന് സന്തോഷമായി. തന്നെ എത്രയേറെ സ്നേഹിക്കുന്ന മറിയെ അവൻ പേര് ചൊല്ലി വിളിക്കുകയാണ്, മറിയെ. സ്ത്രീയെ, നീ കരയുന്നതെന്ത് ചോദിച്ച അതേ ശബ്ദം തന്നെ തൻ്റെ പേര് ചൊല്ലി തന്നെ വിളിച്ചപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി അത് മറ്റാരുമല്ല, തൻ്റെ ഗുരുവാണ്. റബ്ബൂനി എന്നവൾ പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്ന നേരം ഒരു തേങ്ങൽ കേട്ടു, മറിയയുടേത്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ടു. തൻ്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൊതിയേണ്ടതിന് അതിരാവിലെ വന്ന മറിയെ അവൻ കണ്ടു. വെളുപ്പിനെ ഓടി തൻ്റെ ശിഷ്യന്മാരെ കണ്ട് കല്ലുരുട്ട് മാറ്റിയത് അറിയിച്ച മഗ്ദല മറിയയെ കണ്ട് താഴേക്ക് വീണ്ടും അവൻ ഇറങ്ങി വന്നു. ആ കരച്ചിലിന് മുമ്പിൽ തന്നെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ മുമ്പിൽ യേശുവിനെ കണ്ടപ്പോൾ മറിയ അവനെ ആരാധിക്കുന്നു. അവളുടെ കരച്ചിൽ അവസാനം ഒരു ആരാധനയായി മാറി. നാലാമത്തെ കാര്യം, അനുസരണമുള്ളൊരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു. താൻ ഉയർത്തെഴുന്നേറ്റു വന്ന സത്യം തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കണമെന്ന് യേശു അവളോട് പറഞ്ഞു. ശിഷ്യർ എന്നല്ല, എൻ്റെ സഹോദരന്മാരോട് അറിയിക്കണമെന്നത്രേ യേശു പറഞ്ഞത്. യേശു അവളുടെ പാസ്റ്റ് നോക്കിയില്ല, ജെൻഡർ നോക്കിയില്ല. അവൾക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് മടങ്ങിപ്പോകാതെ തന്നെ കാണണമെന്ന ആഗ്രഹം കണ്ട് ഉയർപ്പിൻ്റെ മഹാസന്തോഷം പ്രസിദ്ധമാക്കാൻ ആദ്യ അവസരം യേശു മഗ്ദല മറിയയ്ക്കാണ് നൽകിയത്. മറിയ അത് ചെയ്യാതിരിക്കുമോ? ഒരിക്കലുമില്ല. അവൾ ആദ്യം ഓടിയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ഓടിക്കാണും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക്. അഞ്ചാമത്തെ കാര്യം, അവൾക്കുണ്ടായിരുന്നത് ഒരു മിഷണറി ഹാർട്ടായിരുന്നു. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം ശിഷ്യന്മാരെ അവൾ അറിയിച്ചുവെന്ന് 18-ാം വാക്യത്തിൽ പറയുന്നു. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്ന് പറയത്തക്ക രീതിയിൽ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 11 പേരോട് മാത്രം പറഞ്ഞതല്ല മറിയ എന്ന്. അവൾ കണ്ട സകലരോടും ആ ഒരു ദിവസം തന്നെ ഓടി നടന്നു പറഞ്ഞു കാണണം എന്നാണ് നാം വിചാരിക്കേണ്ടത്. ഇതുപോലെയുള്ളൊരു മിഷണറി സ്പിരിറ്റ് നമുക്കുമുണ്ടാകണം. സുവിശേഷം അറിയിക്കണം. യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം നാം സകല ജാതിയോടും സുവിശേഷം അറിയിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശു ഇനി മടങ്ങി വരാൻ പോകുന്നു. സമയമില്ല. ഇനി കുറേപ്പേർ കൂടി സത്യം അറിയണം, ഒരുങ്ങണം, നിത്യജീവനിലേക്ക് കടക്കണമെന്ന ആഗ്രഹത്തോടെ, ക്രിസ്തുവിനോടുള്ള തീവ്രമായ സ്നേഹത്തോടെ മറിയ യേശുവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നമുക്കും ഓടാം ഈ സുവിശേഷവുമായിട്ട് എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.